നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ചിങ്ങമാസം, അതായത് 2026 ആഗസ്റ്റ് 17 രാവിലെ 8 AM സൂര്യൻ സ്വക്ഷേത്രമായ ചിങ്ങം രാശിയിൽ വരുന്നു. അപ്പോൾ തുലാം രാശിക്കാണ് ഏറ്റവും കൂടുതൽ സൗഭാഗ്യം ചിങ്ങമാസം കിട്ടാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ചിങ്ങമാസം ഏകദേശം ഒരു ഗ്രഹങ്ങൾ പോലും പ്രതികൂലമില്ല. ചന്ദ്രൻ പ്രതികൂലമാകുന്നത് ഞാൻ കണക്കാക്കിയിട്ടില്ല. അത് ഇടയ്ക്ക് നമ്മുടെ ഈ ദിനഫലം നോക്കിയാൽ മതി, അത് കൂടുതൽ വ്യക്തമായിട്ട് ചന്ദ്രൻ്റെ കാര്യം പറയും. ഓക്കെ, ബാക്കി ഗ്രഹങ്ങളിൽ ഒരെണ്ണം പോലും നിങ്ങൾക്ക് പ്രതികൂലമായിട്ടില്ല. ഗുണദോഷ സമ്മിശ്രമായിട്ട് ഏകദേശം 3 ഗ്രഹങ്ങൾ വരും. പക്ഷെ അതും കുറേയൊക്കെ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങളുമാണ് ഗുണദോഷ സമ്മിശ്രം എന്ന് പറയുമ്പോൾ. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിങ്ങമാസം തുലാം രാശിക്കാർക്ക് ഇടിവെട്ട് സൗഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഇടിവെട്ട് സൗഭാഗ്യം എന്ന് പറയുമ്പോൾ ചിലർ പറയും ഞങ്ങൾക്കൊരു ഇടിവെട്ടും നടന്നില്ല, മഴ പെയ്തില്ല, കാറ്റടിച്ചില്ല, അങ്ങനെയൊക്കെ പൂ വിരിഞ്ഞില്ല, കായ് വിരിഞ്ഞില്ല എന്നൊക്കെ പറയും. ഓക്കെ, പക്ഷെ സംഭവം ഇത് രാശിഫലമാണ്. ഓക്കെ, രാശിഫലം നമ്മുടെ ഒരു വീടിൻ്റെ ഗേറ്റ് മാത്രമാണ്. പിന്നെ ഉണ്ട് അകത്തോട്ട് ഗേറ്റ് തുറന്ന് കിടക്കുകയാണ്. ഇപ്പോൾ എന്തായാലും രാശിഫലം അനുകൂലമാണ്. പിന്നെ നിങ്ങളുടെ ലഗ്നവും കണ്ടുപിടിക്കണം. ലഗ്നഫലവും നിങ്ങളെ ബാധിക്കും. ഇപ്പോൾ തുലാം രാശിയാണെങ്കിലും, ഇപ്പോൾ ഞാൻ തന്നെ തുലാം രാശിയാണ്, പക്ഷേ കർക്കിടക ലഗ്നമാണ്. അപ്പോൾ കർക്കിടക രാശിയുടെ ഫലവും കൂടെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ പല ഡയമെൻഷനിലാണ് ഈ ജ്യോതിഷം നോക്കുന്നത്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് വളരെയധികം താല്പര്യം എടുത്ത് ഞാനിത് ചെറുപ്പകാലത്ത് തന്നെ പഠിച്ച്. ഇപ്പോൾ എൻ്റെ അപ്പൂപ്പൻ, അതായത് അച്ഛൻ്റെ അച്ഛൻ പ്രൊഫഷണൽ ജ്യോത്സ്യരായിരുന്നു. അവർ അച്ഛൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഈ കുടുംബപരമായിട്ട് തന്നെ പരമ്പരാഗതമായിട്ട് അവർ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഫാമിലിയാണ്. ഇപ്പോൾ ഈ തലമുറയിലും പുതിയ തലമുറയിലും പല എൻ്റെ ബന്ധുക്കളുമൊക്കെ ജ്യോതിഷം നോക്കുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ മറ്റ് പല ബിസിനസ്സുകളും വരുമാന മാർഗങ്ങളും എനിക്കുണ്ടെങ്കിൽ ഞാനും ജ്യോതിഷത്തിൽ വന്ന് പെട്ടതാണ്. കാര്യം ഈ പറഞ്ഞാൽ ഏകദേശം 35 വർഷമായിട്ട് നമ്മൾ ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുടെയൊക്കെ ഗ്രഹങ്ങളൊക്കെ നോക്കി ഞാൻ ഫലം പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ചാനൽ തുടങ്ങി. അപ്പോൾ നോക്കിയപ്പോൾ ആൾക്കാർക്ക് എൻ്റെ പ്രവചനങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ ഈ തുലാം രാശിക്കാർക്ക് ഇടിവെട്ടെന്ന് ഞാൻ പറയുന്നു. ഓക്കെ, ഇടിവെട്ട് സൗഭാഗ്യമാണ് ചിങ്ങമാസം. പക്ഷേ അത് നിങ്ങളുടെ ഗ്രഹനിലയിൽ ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണ്. പിന്നെ മഹാദശ, അന്തർദശ, പിന്നെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ. എന്താ പറയുക, നമ്മുടെ ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൃഷ്ടി നോക്കണം, സ്വക്ഷേത്രപരമാണെന്ന് നോക്കണം, ലഗ്നത്തിൽ നിന്ന് അങ്ങനെ അത് മാത്രമല്ല, പിന്നെ 12 ഭാവമാണല്ലോ ഉള്ളത്. അപ്പോൾ ഓരോ ഭാവത്തിനും ഓരോ ഫലങ്ങളാണ്. ഇപ്പോൾ കർമ്മഭാവത്തിൽ നിൽക്കുന്ന, അപ്പോൾ 10ാം ഭാവാധിപൻ അത് എവിടെ നിൽക്കുന്നു, അങ്ങനെ നിരവധി ഡയമെൻഷനിലാണ് ഇത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വീടിൻ്റെ പ്രധാന വാതിലായ ഗേറ്റ് മാത്രമാണ് ഈ രാശിഫലം. അപ്പോൾ അകത്തോട്ട് നമുക്ക് പ്രവേശിക്കാം ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മുടെ മഹാദശ അന്തർദശയൊക്കെ അനുകൂലമായിരിക്കണം. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രഹനിലയും മഹാദശ അന്തർദശയൊക്കെ പ്രതികൂലമാണെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഭാഗ്യം വന്നാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാം ഒക്കെ അനുകൂലമായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ഒരു കുടുംബാംഗത്തിൻ്റെ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും.
ഓക്കെ, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതെല്ലാം നോക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ചിലർ ചോദിക്കും, ലോട്ടറി അടിക്കുമോ തിരുമേനി? അതൊക്കെ നമുക്കിത് അകത്ത് കണ്ടുപിടിക്കാം. ഇപ്പോൾ കോഴിക്കോട്ടുള്ള ഒരു ക്ലയൻ്റുണ്ട്, നമ്മുടെ ഒരു മുസ്ലിമാണ്. പുള്ളിയുടെ ഗ്രഹനിലയും ഒക്കെ ഞാൻ നോക്കിയപ്പോൾ രാഹു ഒന്നും അനുകൂലമായിട്ടുള്ള സമയമല്ല. തുലാം രാശിയാണെന്നേ ഉള്ളൂ, പക്ഷേ മറ്റൊന്നും അനുകൂലമല്ല. പക്ഷേ അയാളുടെ മകന് അനുകൂലമാണ്. അങ്ങനെ അയാൾക്കിപ്പോൾ ചറവറ അതിനൊരു ചരിത്രമുണ്ട്. ആ മകനുമായിട്ട് ഞാനുമായിട്ടൊരു ബന്ധമുണ്ട്. അതായത് ഇയാൾ ഏകദേശം ഒരു 2-3 വർഷം മുമ്പാണ് എന്നെ ബന്ധപ്പെടുന്നത്. കോഴിക്കോട്ടുള്ളതാണ്, മുസ്ലിമാണ്. അപ്പോൾ അയാളുടെ ഭാര്യയ്ക്ക് സിസേറിയൻ വേണം എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവന് ഒരു നല്ല സമയം പറഞ്ഞ് നല്ലൊരു മുഹൂർത്തം പറഞ്ഞു തരണം. ഞാനൊരു ഇടിവെട്ട് സൗഭാഗ്യമുള്ള ടൈം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ജനിച്ച കുട്ടിക്ക് അസാമാന്യമായിട്ടുള്ള ഭാഗ്യമുള്ള കുട്ടിയാണ്. കഴിയാതെ ഞാൻ പറഞ്ഞ ആ സമയത്ത് അവർ സിസേറിയൻ ചെയ്തെടുത്തു. അപ്പോൾ ജാതകം റെഡിമെയ്ഡായിട്ട് നമ്മൾ കൊടുത്തു. അതിന് ശേഷം ഇയാൾക്ക് എല്ലാ ദിവസവും ലോട്ടറി അടിക്കുക എന്ന് പറയുമ്പോൾ 1 കോടിയും 10 കോടിയൊന്നും അടിച്ചില്ല. പക്ഷേ അയാളുടെ പ്രധാന വരുമാനം ലോട്ടറിയിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു കൊടുത്ത സമയം വെച്ച് അയാൾ സിസേറിയൻ നടത്തി കുട്ടിയെ എടുത്തു. ആ കുട്ടിയുടെ ജാതകം അസാമാന്യമായിട്ടുള്ള ഭാഗ്യമുള്ള ജാതകമാണ്. ആ കുട്ടി ജനിച്ചതിന് ശേഷം ഇയാൾക്ക് ചറവറ ലോട്ടറി അടിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അയാൾ ഇച്ചിരി അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ് ലോട്ടറിയിൽ. അയാൾ ഈ 12 ടിക്കറ്റൊക്കെ ഒരുമിച്ചെടുക്കുന്ന ആളാണ്. അത് സെറ്റ് ഉണ്ടല്ലോ, അതൊക്കെ അയാൾക്ക് 1000-2000 ഒക്കെ അടിക്കുമ്പോഴത്തേക്ക് ഒരു മാസം ശരാശരി 50,000-നും 1,00,000-നും ഇടയ്ക്കൊക്കെ ലോട്ടറി അടിക്കുകയാണ്. അയാളുടെ പ്രധാന വരുമാനം അതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാനും എല്ലാം ഞാനുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പരിഹരിക്കാം. അപ്പോൾ ഫോൺ വിളിക്കരുത്, തിരക്കാണ്, ഒരു രക്ഷയില്ല. എന്നാൽ അതിൻ്റെ കൂടെ ചിങ്ങമാസവും വരാൻ പോയാൽ ഓണമൊക്കെ 25-ാം തീയതി 26-ാം തീയതി ഒക്കെ. അപ്പോൾ അതിന് മുമ്പുള്ള എനിക്ക് ബിസിനസ് പരമായിട്ട് വളരെയധികം തിരക്കുള്ള സമയമാണ്. അപ്പോൾ സംഭവം ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ അത് വാട്സാപ്പിൽ ബന്ധപ്പെടുക, ഫോൺ വിളിക്കുകയൊന്നും ചെയ്യരുത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാം വാട്സാപ്പിൽ നമ്പർ ഇതാണ് 9847291363. ഓക്കെ, അപ്പോൾ നമുക്ക് വാട്സാപ്പിൽ ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമുക്ക് ദൂരീകരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇവിടെ തുലാം രാശിക്ക് വലിയൊരു കൊട്ടാരത്തിലേക്ക് കയറാൻ വേണ്ടി വാതിൽ തുറന്ന് കിടക്കുകയാണ്, ഗേറ്റ് തുറന്ന് കിടക്കുകയാണ്. നിങ്ങൾ അതൊക്കെ അങ്ങോട്ട് കയറുക. അതൊക്കെ അനുകൂലമാണോ അല്ലയോ എന്നൊക്കെ നോക്കുക. എന്തായാലും പൊതുവിൽ പറയുകയാണെങ്കിൽ തുലാം രാശിക്കാർക്കും തുലാം ലഗ്നക്കാർക്കും ഒരു ഗ്രഹവും പ്രതികൂലമില്ല. ഈ തുലാം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ചിത്തിര അവസാനം 2 പാദം, ചോതി വിശാഖ ആദ്യം 3 പാദം. തുലാം രാശിക്ക് ചിങ്ങമാസത്തിൽ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. അതായത് നിങ്ങളുടെ എതിർ ടീമിൻ്റെ ഗോൾ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്, ഗോളിയില്ല അവിടെ. നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ഗോൾ അടിക്കാം. ഓക്കെ, അതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ശരിക്കും അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സർപ്പം, ശിഖി, ശനി, ബുധൻ, സൂര്യൻ, ശുക്രൻ ഇവയൊക്കെ അനുകൂലമാണ്, ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ഓക്കെ, പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് വ്യാഴം 10ാം ഭാവത്തിൽ ഡയറക്റ്റായിട്ട് അനുകൂലമല്ല, പക്ഷേ അവിടെ കർക്കിടക രാശിയിൽ നമ്മുടെ വ്യാഴം ഉച്ചക്ഷേത്രത്തിൽ ഹംസയോഗത്തോടു കൂടി നിൽക്കുകയാണ്. നിങ്ങളുടെ കർമ്മഭാവമാണ് കർക്കിടകം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കർമ്മഭാവമാണ്. അപ്പോൾ കർമ്മഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു, തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും.
ദുരിതങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. വ്യാഴം ഒരു ശുഭഗ്രഹവുമാണല്ലോ. ദുരിതങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. നിങ്ങളുടെ കർമ്മഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട്, അതും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നു, ഹംസയോഗത്തോട് നിൽക്കുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. അതാണ് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ചിങ്ങമാസം മുഴുവൻ അനുകൂലമാണ്. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സ്വക്ഷേത്ര ആയ ചിങ്ങം രാശിയിൽ നിൽക്കുന്നു. തൊഴിൽപരമായിട്ട് നേട്ടം. അപ്പോൾ വ്യാഴവും കൊണ്ട് നേട്ടമാണ്, സൂര്യൻ കൊണ്ടും. ഈ സൂര്യനാണ് ഈ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഗ്രഹം. ഓക്കെ. അപ്പോൾ അത് ഇവിടെ ഏറ്റവും അനുകൂലമായിട്ട് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ്. ഓക്കെ. അപ്പോൾ എന്നിട്ട് നമുക്ക് സൂര്യൻ കൊണ്ട് തൊഴിൽ ഭാഗ്യം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ ഉണ്ടാവും. പിന്നെ ശനിയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നത്. അത് 2027 ജൂൺ 3 വരെ ശനി അവിടെ നിൽക്കും. അപ്പോൾ അതിനുശേഷമാണ് മാറ്റം വരുന്നത്. അപ്പോൾ 2027 ജൂൺ 3 ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. സർവകാര്യ വിജയമാണ് പറയുന്നത്. ശനി അനുകൂലമാകുമ്പോൾ സർവകാര്യ വിജയമാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും, എന്തിനും മലക്കറി മേടിക്കാൻ പോകുമ്പോൾ പോലും നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മലക്കറി സാധനങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കുമെന്ന് മാത്രമല്ല, ഏറ്റവും ഫ്രഷും ആയിരിക്കും, ഏറ്റവും രുചികരമായ. അതായത് വെണ്ടയ്ക്കൊക്കെ വലിയ മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് വരത്തില്ല. ഓക്കെ. നാരും കാര്യങ്ങളൊക്കെ അവിടുത്തെ ഒരു മലക്കറിയിൽ എല്ലാം നല്ല ഫ്രഷ് പിഞ്ച് സാധനങ്ങൾ നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ. അപ്പോൾ ചെറിയ കാര്യം മലക്കറി കടയിൽ പോയാൽ പോലും നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. അതേപോലെ നിങ്ങൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കിയൊരു ബിസിനസ് ചെയ്യുകയാണെന്ന് വെച്ചു, അതും വിജയമാണ്. അതായത് നിങ്ങൾക്ക് സർവകാര്യ വിജയമാണ് ശനി നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹം. അതുകൂടാതെ വാഹന ലാഭം ഉണ്ടാവാം. അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഇല്ലാത്ത മേഖല ഒന്നും തന്നെ ഇല്ലല്ലോ. അപ്പോൾ ഈ ഡോക്ടർമാരും എല്ലാം കമ്പ്യൂട്ടർ വഴി അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള രംഗത്ത്, അതായത് സാങ്കേതിക രംഗത്ത് നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ 6ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അതുകൊണ്ട് ശത്രുക്കളൊക്കെ ഒതുങ്ങും. മനസ്സിലായില്ലേ? ശത്രുശല്യം കുറയുമെന്ന് മാത്രമല്ല, ശത്രുക്കൾ പുതിയതായിട്ടുണ്ടാകത്തില്ല, സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. കാര്യം ഇവിടെ ചന്ദ്രനും ശുക്രനും എല്ലാം അനുകൂലമായിട്ട് നിൽക്കുക, ശനിയും സൂര്യനും ഒക്കെ അനുകൂലമാണ്. പിന്നെ ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്. ഓക്കെ. ഇത്തവണത്തെ ഓണം ബമ്പർ ഞാൻ പറഞ്ഞേക്കുന്നത് തുലാം രാശിക്ക് അടിക്കുമെന്നാണ്, തുലാം രാശിക്കും തുലാം ലഗ്നത്തിനും. അപ്പോൾ അതൊക്കെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കൺസൾട്ട് ചെയ്യാൻ നമുക്ക് അതൊക്കെ പറഞ്ഞു തരാം. ഓക്കെ. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. പിന്നെ ബുധൻ അനുകൂലമായിട്ട് നിൽക്കുന്നു, 10ാം ഭാവത്തിൽ കർമ്മഭാവത്തിൽ നിൽക്കുന്നു, അത് അനുകൂലമാണ്. ശുക്രൻ 12ാം ഭാവത്തിലാണെങ്കിലും അനുകൂലമാണ്. അപ്പോൾ ശുക്രനും ബുധനും കൂടെ ചേർന്ന് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാക്കും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരം ഉണ്ടാവും, ബന്ധങ്ങൾ ഊഷ്മളമാവും. അപ്പോൾ അതുമാത്രമല്ല, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും. ഇത് ഞാൻ എപ്പോഴും പറയുന്ന വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും എന്ന് പറയുമ്പോൾ, പൊതുവേ ചില ആൾക്കാർ ഒരു ജോലി ഉണ്ട്, അതിന് ശമ്പളം മാത്രം മേടിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, സൈഡ് ബിസിനസ് ഒന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവൊന്നും വരത്തില്ല. നമ്മൾ ജോലി ഉണ്ട്, ശരി, അത് കൂടാതെ സൈഡ് ബിസിനസ്സായിട്ട് പലതും ചെയ്യാം. വലിയ എമൗണ്ട് ചിലവാകാത്ത രീതിയിലുള്ള സൈഡ് ബിസിനസ്സുകൾ നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ വരുമ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും. ഞാൻ 1-2 സാധ്യതകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഉദാഹരണത്തിന് ഇൻഷുറൻസ് മേഖല, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. അതിപ്പോൾ നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഭാര്യയുടെയോ മക്കളുടെയോ പേരിൽ ലൈസൻസ് എടുത്തത് നിങ്ങൾക്ക്
ഇൻഷുറൻസിന് നമുക്ക് ക്ലയൻസിനെ സൃഷ്ടിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതിനൊന്നും കാര്യമായ കാശ് ചിലവില്ല. ഈ നിങ്ങൾ ജോലിക്ക് പോകാത്ത ദിവസം, അവധി ദിവസങ്ങളിൽ മാത്രം നിങ്ങൾ വർക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ 15,000 രൂപയാണ് ശമ്പളമെങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് 15,000 രൂപ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നു. ലക്ഷങ്ങൾ മേടിക്കുന്നവരുണ്ട്. 15,000 രൂപ വെച്ച് നമുക്ക് തുടങ്ങാം. 15,000 രൂപയ്ക്ക് കിട്ടുന്ന ദിവസം ഇയാൾ കണ്ണും പൂട്ടി സ്വർണ്ണക്കടയിൽ പോകാം. 15,000 രൂപയ്ക്ക് എന്തോ സ്വർണം കിട്ടാനാണ് എല്ലാവരും ചോദിക്കും. 1 ഗ്രാം സ്വർണം കിട്ടും. അത് നാണയം കിട്ടാൻ താമസിക്കും. അത് നമ്മുടെ പരിപാടിക്ക് പറ്റത്തില്ല. അതേസമയം ഏതെങ്കിലും ഒരു ആഭരണം എന്ന് പറയുമ്പോൾ പണിക്കൂലി ഏറ്റവും കുറവുള്ള ഒരു ആഭരണം 1 ഗ്രാമിൻ്റെ ഉണ്ട്, സംഭവമുണ്ട്. എല്ലാ ജ്വല്ലറിയിലും കാണത്തില്ല, എങ്കിലും പ്രശസ്തമായിട്ടുള്ള ജ്വല്ലറിയിലൊക്കെ അതൊക്കെ അവൈലബിളാണ് എപ്പോഴും. അപ്പോൾ 15,000 രൂപയ്ക്ക് ലോട്ടറി എടുക്കും, പക്ഷേ സ്വർണം എടുക്കുന്നു. ഓക്കെ, സ്വർണം എടുത്തിട്ട് അപ്പോൾ വീട്ടു ചിലവിന് എന്തോ ചെയ്യും? അത് പണയം വെക്കുക. ഞാൻ പറയുന്ന ഒരു മാർഗം നിങ്ങൾ ചിന്തിച്ച് നോക്കിയതിന് ശേഷം ചെയ്താൽ മതി. ഓക്കെ, 15,000 രൂപയുടെ സ്വർണം എടുക്കുന്നു, 1 ഗ്രാം എടുക്കുന്നു, കൊണ്ട് പണയം വെക്കുന്നു. എല്ലാ ബാങ്കിലും 1 ഗ്രാം സ്വർണം മേടിക്കത്തില്ല, ചില ബാങ്കുകൾ എടുക്കും. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ സ്വർണം വാങ്ങിച്ച് 1 ഗ്രാം സ്വർണം വാങ്ങിക്കുന്നു, പണയം വെക്കുന്നു, 10,000 രൂപ കിട്ടും. ആ മാസം നമ്മൾ 10,000 രൂപയ്ക്കകത്ത് ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ചിലവ് മതിയെന്ന് വെക്കണം. ഓക്കെ, അപ്പോൾ പലിശ കൊടുക്കണ്ടേ? 10,000 രൂപയ്ക്ക് എന്തോ പലിശ? പരമാവധി പോയാൽ 200 രൂപ ഒരു മാസം. അപ്പോൾ 15,000 രൂപയ്ക്ക് നമ്മൾ സ്വർണം വാങ്ങിക്കുന്നു, 10,000-ത്തിന് പണയം വെക്കുന്നു. അപ്പം തന്നെ നിങ്ങൾ 5,000 രൂപ സേവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇത് സ്വർണം വില കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഇടയ്ക്കൊക്കെ കുറച്ച് കുറയും. ഇപ്പോൾ വീണ്ടും ഭയങ്കരമായിട്ട് കയറുന്ന ഒരു കാലഘട്ടം വന്നിരിക്കുക. 13,900 രൂപയോ മറ്റോ ആണ് ഇപ്പോഴത്തെ വില. ഈ ദിവസത്തെ വില തിങ്കളാഴ്ച ആകുമ്പോൾ കൂടും. അങ്ങനെയാണ് റിപ്പോർട്ട് വന്നേക്കുന്നത്. അപ്പോൾ ദീർഘകാല നിക്ഷേപം എന്നുള്ള നിലയിൽ നമ്മൾ സ്വർണം വാങ്ങിക്കുന്നു. അപ്പം തന്നെ നമുക്ക് 5,000 രൂപ സേവ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ ബാക്കി 10,000 രൂപ ലോണുണ്ട്. അത് നിങ്ങൾ ഓരോ മാസവും 1,200 രൂപ വെച്ച് അടച്ചു തീർക്കുക. 1,000 2,000 ഒക്കെ വെച്ച് അടച്ചു തീർക്കുക. ഏകദേശം ഒരു 8-9 മാസം പോലും വേണ്ട. 10,000 രൂപ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുതൽ അടച്ചു തീർക്കാം. അപ്പോൾ ഏകദേശം ഒരു 6-7 മാസം കൊണ്ട് നമ്മൾ 15,000 രൂപയുടെ സ്വർണം കൈക്കലാക്കുന്നു. അതിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് തിരിച്ചെടുത്തതിന് ശേഷം വീണ്ടും അതേ പരിപാടി തുടങ്ങാം. 15,000 അല്ല, ലക്ഷക്കണക്കിന് കാശ് ശമ്പളം മേടിക്കുന്നവരുണ്ട്. അങ്ങനെ സ്വർണത്തിൽ നിക്ഷേപിക്കുക ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇപ്പോഴത്തെ നിലയിൽ ആണ്. പിന്നെ ഷെയർ മാർക്കറ്റിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം, ഭയങ്കര റിസ്ക്കാണ്. പിന്നെ ഒരു 50 രൂപയ്ക്ക് ലോട്ടറി എടുക്കാം. അതിപ്പോൾ ഈ പറഞ്ഞ തുലാം രാശിക്കാർക്ക് ഇപ്പോൾ അടിക്കാൻ സാധ്യതയാണ്. അത് പിന്നെ ഈ പറഞ്ഞ നിങ്ങളുടെ മഹാദശയും അന്തർദശയും എല്ലാം നോക്കി അടിക്കോ ഇല്ലയോ എന്ന് അറിയണം. പിന്നെ അത് നിങ്ങൾക്ക് ഭാഗ്യമില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ നോക്കണം, ആർക്കെങ്കിലും ഒരാൾക്ക്. അപ്പോൾ എങ്ങനെ പോലെ ഒരു 50 രൂപയ്ക്ക് ലോട്ടറി എടുക്കുക, അതൊരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അല്ലാതെ ഇപ്പോൾ ഒരു ഷോപ്പ് വാടകയ്ക്ക് എടുത്ത് നമ്മളത് ബിസിനസ് ചെയ്യണമെന്നല്ല പറയാം. അതിനൊക്കെ വലിയ എമൗണ്ടൊക്കെ വേണ്ടി വരും. ഇതൊക്കെ കുറച്ച് ചെറിയ പരിപാടികളാണ്, റിസ്ക് ഏറ്റവും കുറഞ്ഞുള്ള. പിന്നെ സ്ഥലം വിൽപ്പന എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്ഥലമില്ലെങ്കിൽ നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആവുക, ഭൂമി കച്ചവടത്തിൻ്റെ ബ്രോക്കർ ആവുക. 1 രൂപ ചിലവില്ല. അവധി സമയത്ത് മാത്രം അത് ചെയ്താൽ മതി. ഒരു ഫോൺ കയ്യിലുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് 1 കോടിയുടെ ഒരു വസ്തു നിങ്ങൾ
ഇടനിലക്കാരനായിട്ട് കച്ചവടം നടത്തിയാൽ ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുക. അതായത് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരാനുള്ള സ്രോതസ്സുകൾ നിങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും, പ്രത്യേകിച്ച് ഈ ചിങ്ങമാസം ഏകദേശം സെപ്റ്റംബർ 14 വരെ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന മാസം തന്നെയാണ്. എല്ലാ കാര്യങ്ങളും തുടങ്ങി വെക്കാനും ഒക്കെ പറ്റുന്ന ഒരു മാസമാണ് തുലാം രാശിക്കാർക്ക് ചിങ്ങമാസം. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ 66 വയസ്സുള്ള വ്യക്തിയാണ്. അപ്പോൾ അത്രയും വർഷത്തെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ വിടവാങ്ങുന്നു. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നമസ്കാരം, ശുഭദിനം.